ഗൗതം, കേരളത്തിലെ CPM-ന്റെ അവസ്ഥ ഇപ്പോൾ ഒരു ചക്ക ഒഴിയും പോലെ കുഴഞ്ഞ പരുവത്തിലാണെന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഒന്നും ബാധിക്കില്ലെന്നൊക്കെ ഭാവിക്കുമെങ്കിലും സംസ്ഥാന തലത്തിൽ വളരെ വളരെ പ്രശ്നങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതിനു പുറമെ ഇപ്പോൾ പത്തനംതിട്ട ബ്രാഞ്ച് സമ്മേളനത്തിൽ എന്തോ വിഷയങ്ങൾ ഉണ്ടായെന്നും കുറേ പേർ ഇറങ്ങിപ്പോയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ വിവരങ്ങൾ? ഫുള്ള് അടിപിടിയാണ്. പത്തനംതിട്ട സമ്മേളനം നടക്കുകയാണ് CPM-ന്റെ. അതിലാണ് അവിടെയുള്ള അണികൾ മുഴുവൻ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ സമ്മേളന വേദിയിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയിരിക്കുന്നത്. ബ്രാഞ്ച് കമ്മിറ്റിയിലെ കുറേ ആളുകൾ ഇറങ്ങിപ്പോയിരിക്കുന്നു. നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ UDF-ന് SDPI പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർമ്മയില്ല സംഭവം. അവസാനം അവർ വേണ്ട എന്നൊക്കെ പറഞ്ഞു, വലിയ വിമർശനങ്ങളുടെയൊക്കെ പിന്നാലെ. പക്ഷെ അന്നേരം ഈ SDPI പിന്തുണച്ചതിനെ വലിയ രീതിയിൽ ഇവിടുത്തെ ഇടതുപക്ഷം CPM-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. SDPI പിന്തുണ UDF-ന് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവര് നമ്മുടെ സംസ്ഥാനത്തെ പല പഞ്ചായത്തുകളും ഇപ്പോൾ CPM ഭരിക്കുന്നത് ഈ SDPI-യുടെ സഹകരണ പിന്തുണയോടുകൂടിയാണ്. പല പഞ്ചായത്തുകളിലും SDPI അംഗങ്ങളുണ്ട്. LDF ഭരിക്കുന്നത് അവരുടെ അംഗത്വത്തോടു കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പത്തനംതിട്ടയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ള ഒരു ബ്രാഞ്ച് CPM-ന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു മുൻകാല SDPI നേതാവിനെയാണ്. ഇയാൾ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുള മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു. ഈ കക്ഷി SDPI സ്ഥാനാർത്ഥിയായിരുന്നു. ആ മഹാനെയാണ്, ആ മഹത് വ്യക്തിത്വത്തെയാണ് ഇപ്പോ ഈ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട്, നോക്കണം, ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പത്തനംതിട്ടയിലുള്ള ഒരുപാട് CPM-ന്റെ അണികൾ ഇറങ്ങിപ്പോയിരിക്കുന്നത്, പ്രതിഷേധം അയച്ചിരിക്കുന്നത്. അതായത് പാർട്ടി കൃത്യമായിട്ട് ആർക്കാണ് അംഗത്വം കൊടുക്കുന്നത്, നമ്മുടെ തന്നെ ഐഡിയോളജി പിന്തുടരുന്ന ആർക്കാണോ അംഗത്വം കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ വിലയിരുത്തലുകളില്ലാതെ വരുന്നതും പോകുന്നതും ആർക്കും അംഗത്വം കൊടുക്കാമെന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് CPM എന്ന് പറയുന്ന ഒരു പാർട്ടി അധപ്പതിച്ചതിന്റെ ഫലമായിട്ട് ഇപ്പം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള അപസ്വരങ്ങള്, എതിർപ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം SDPI പിന്തുണ CPM-ന് കിട്ടുന്നു, CPM SDPI പിന്തുണക്കുന്നു, അവര് ചേർന്നുകൊണ്ട് സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ഭരിക്കുന്നു എന്ന് പറയുന്നത് ഈ പത്തനംതിട്ടയിൽ മാത്രമല്ല, ഈരാറ്റുപേട്ടയിൽ, കണ്ണൂരിലെ മുഴപ്പിലങ്ങാട്, അതുപോലെ തന്നെ അങ്ങനെ പല സ്ഥലങ്ങളിലും, മലപ്പുറത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പഞ്ചായത്തിൽ CPM ഭരണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ SDPI-യുടെ സാന്നിധ്യമുണ്ട്. SDPI അംഗങ്ങളുടെ കൂടി പിന്തുണയോടെയാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ടൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇടതുപക്ഷം എന്ന് പറയുന്നത്, ലെഫ്റ്റ് എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ പുരോഗമനപരമായിട്ടുള്ള ചിന്താഗതികളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾക്ക് കൂടെയൊക്കെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഫിലോസഫി ആയിട്ടാണ് ലെഫ്റ്റിന്റെ ഫിലോസഫിയെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്നത്, അതായത് ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള ഇസ്ലാമിന്റെ സ്വഭാവം എന്താണ്? ഇത് ഒരു കാരണവശാലും ഇടതുമായിട്ട് ലെഫ്റ്റുമായിട്ട് ഒരു കാരണവശാലും ഫണ്ടമെന്റൽ ഇസ്ലാമിന് ചേർന്ന് പോകാനോ ഇസ്ലാമിനോ ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം ഇവർ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് ആശയങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യയിലാകട്ടെ, മറ്റ് വെസ്റ്റേൺ ലോകത്തായിക്കോട്ടെ, യൂറോപ്പിലൊക്കെ ആയിക്കോട്ടെ, ഇസ്ലാമും ലെഫ്റ്റും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഭരണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്, ആ സ്ഥലങ്ങളിലെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ലെഫ്റ്റ് എന്ന് പറയുന്നത് പുരോഗമനപരമായിട്ടുള്ള ചിന്തയൊക്കെ മുമ്പോട്ട് വയ്ക്കുന്നവരാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമിനകത്തുള്ള അനീതികൾ, അതിലുള്ള ഹൈറാർക്കി, അല്ലെങ്കിൽ സമത്വമില്ലായ്മ, അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളുണ്ടല്ലോ, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഇതിനെതിരെയൊക്കെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞാൽ, അവർക്ക് കൃത്യമായിട്ടുള്ള നിലപാടില്ല. അവർ അതിനെ കൃത്യമായിട്ട് വിമർശിക്കില്ല, ഒന്നും പറയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ലെഫ്റ്റ് ഇസ്ലാമിനെ എന്ന് വിമർശിക്കുന്നുവോ അന്ന് അയാൾ റൈറ്റ് ആയി തീരുന്നുള്ള ഒരു ഭയം എന്നൊരു തോന്നല് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ്, എന്തുകൊണ്ടാണ് ഇതൊരു നമുക്കൊരു വലിയൊരു സംഭവമായിട്ട് ഇപ്പൊ തോന്നാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഏത് മതസംഘടനകളുടെ കൂടെയും, തീവ്ര മതസംഘടന കൂടെയും ചേക്കേറാം എന്ന് പറയുന്ന ഒരു സ്വഭാവമായിട്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് CPM ആയിക്കോട്ടെ, ലോകമെമ്പാടുമുള്ള ലെഫ്റ്റ് സംഘടനകൾ, തീവ്ര ലെഫ്റ്റ് സംഘടനകൾ
കൈക്കൊണ്ടിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പിന്തുണയോട് കൂടിയിട്ടൊക്കെ ഭരിക്കുന്നതും ഇപ്പൊ ഒരു മുൻകാല SDPI നേതാവിനെയൊക്കെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അത് SDPIയോടുള്ള ഇഷ്ടക്കേടായിരിക്കില്ല എന്നായിരിക്കും. കാരണം ഒരു ന്യൂനപക്ഷ പ്രീണന നയമാണല്ലോ ഇടതുപക്ഷം പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് പലപ്പോഴും. എനിക്ക് തോന്നുന്നു അവിടെ ഇനി മറ്റാരെങ്കിലും ആ സ്ഥാനം മോഹിച്ചിരുന്നവരാരെങ്കിലും അതിൻ്റെ ഒരു പടലപ്പിണക്കങ്ങളോ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ടോ? നോക്കൂ, ഈ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിനൊരു പ്രഹരശേഷിയുണ്ട് വലിയ രീതിയിൽ. അതായത് സമൂഹത്തിൽ ഒരു വയലൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിലെ കുറേയധികം പ്രശ്നങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ശക്തിയുള്ളൊരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണിത്. അവർക്ക് വലിയ പിൻബലമുണ്ട്. ഇത് തന്നെയാണ് ഒരു കണക്കിന് ലെഫ്റ്റിൻ്റെയും ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലിടയിൽ ഒരു കൊടുക്കൽ വാങ്ങലുകൾ എപ്പോഴും നടക്കുന്നുണ്ട്. കാരണം ഇതിനു വേണ്ടിയിട്ട് ഒരു അൺട്രസ്റ്റ്, സമൂഹത്തിനിടയിൽ ഒരു അൺട്രസ്റ്റ്, ഭരണം, അതായത് എന്താണ് മുതലാളിത്തത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഒരു മൊത്തത്തിലൊരു കലാപവും കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കും. അതിലൂടെ മുതലാളിത്തത്തെ പിഴുതെറിയ, അങ്ങനെ നമ്മുടെ ഒരു ഭരണചക്രം ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ആശയമാണല്ലോ ലെഫ്റ്റിന്റെ ആശയം. ഇതേ സാധനം ഇസ്ലാമിന്റെ ഈ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട്, അൺട്രസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് ലെഫ്റ്റ് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലിടയിൽ പലപ്പോഴും ഒരു കൊടുക്കൽ വാങ്ങലുകൾ, ഒരു ട്രേഡ് ഓഫ് എപ്പോഴും നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് സഹായകരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ തരിക, നിങ്ങൾക്ക് നിങ്ങളുടെ പല പ്രശ്നങ്ങളും അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കും, നിങ്ങളെ ക്രിട്ടിക്കലായിട്ട് നിങ്ങളുടെ പല കാര്യങ്ങളും നമ്മൾ കാണുന്നില്ല എന്ന് പലപ്പോഴും ലെഫ്റ്റ് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു. ഇവിടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇടതുപക്ഷക്കാരെല്ലാം പറഞ്ഞിരുന്നത് ഇങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടക്കില്ല, ഇത് വെറും ആൾക്കാരുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കലാസൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് ഏറെ വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും നമ്മുടെ കൺമുന്നിൽ നിരവധി അനുഭവങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ ഇവിടെ കൺമുന്നിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടതുപക്ഷക്കാരും അതിലൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന് പറഞ്ഞില്ല. ഈ അടുത്ത കാലത്ത് CPMന്റെ ഒരു മുതിർന്ന നേതാവ്, സീനിയർ നേതാവ് P ജയരാജൻ പറഞ്ഞിരുന്നു, കേരളത്തിൽ ISISന്റെ റിക്രൂട്ട്മെന്റ് ഹബ്ബായി കേരളം മാറുന്നുണ്ട്. അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നുണ്ട്, അടുത്ത മാസം മറ്റും അത് പുറത്തിറങ്ങും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു മാധ്യമത്തിന് നൽകി, എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പൊ EP ജയരാജൻ അതിനെ എതിർത്ത്, ഞാൻ അതാ പറഞ്ഞത്, ലെഫ്റ്റ് ഒരു കാരണവശാലും ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രമായിട്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതായത് അധികാരം കിട്ടുന്നത് വരെ അധികാരം ഇരട്ടപ്പിള്ളരാണെന്ന് മട്ടിൽ നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അധികാരം കിട്ടുന്നത് വരെ ഇസ്ലാമിന്റെ ശക്തി ഉപയോഗിക്കുക, അധികാരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെയും ചവിട്ടി പുറത്താക്കുക. ഇതാണ് ഇവരുടെ ഒരു ഇത്. ചൈനയിൽ സംഭവിക്കുന്നത് എന്താണ്? ചൈനയിൽ അതാണ് നടക്കുന്നത്. അധികാരം കിട്ടുന്നത് വരെ നമ്മുടെ കൂടെ നിൽക്കുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ തള്ളിപ്പറയാന്ന് പറയുന്ന ഒരു സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തീവ്ര ലെഫ്റ്റ് എന്നും ഈ ഇസ്ലാമിനൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അവരുടെ പല സുഡാപ്പികളുടെയൊക്കെ നുഴഞ്ഞുകയറ്റം അതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞതിൽ അപ്പൊ EP ജയരാജൻ പറഞ്ഞത് രാഷ്ട്രീയ ഇസ്ലാമിനെ CPM അകറ്റി നിർത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ ഇസ്ലാമിനെ CPM, പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ട് CPM അകലം പാലിച്ചിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതെ, അകലം പാലിച്ചതുകൊണ്ടാണല്ലോ ഇപ്പോ ഈ മുൻകാല SDPI നേതാവൊക്കെ ഇപ്പോ ബ്രാഞ്ച് സെക്രട്ടറി പ്രവൃത്തി മറ്റൊന്നുമാണ്. കാരണം അതാണ് ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞത്, ഇവരെ ഇരട്ടത്താപ്പിന്റെ ആശാന്മാരാണ് ഈ CPM. ഇരട്ടത്താപ്പിന്റെ ഉസ്താദോ ആശാന്മാരോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള അവരന്മാരാണ് പൊതുവെ ഈ CPM എന്ന് പറയുന്നതൊന്ന്, ചെയ്യുന്നത് വേറെ ഒന്ന്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ, കാരണം ഇപ്പം വലിയ രീതിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തഴുകുക, തലോടുക, പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കയറിയിട്ട് മേയും അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ രീതിയിൽ മുമ്പോട്ട് വന്നതുകൊണ്ട് അതിനെ തുറന്നു കാട്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് അത് വലിയ രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പം ജയരാജന്റെ ഒരു പരാമർശത്തിന് ഒക്കെ ആ രീതിയിൽ അതിലൊരു ആത്മാർത്ഥത ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ജയരാജന്റെ ആ പരാമർശം എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ ഇപ്പം പാർട്ടിയിൽ മൊത്തത്തിൽ തന്നെ ഒരു ക്ഷയിച്ചിരിക്കുകയാണ് ജയരാജൻ. അപ്പം ഹിന്ദുക്കളുടെ ഒരു പിന്തുണ കിട്ടുവാൻ വേണ്ടിയിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് താനൊരു ഇസ്ലാം തീവ്രവാദത്തൊക്കെ എതിർക്കുന്ന ആളാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇസ്ലാം തീവ്രവാദത്തെ എതിർക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു മുന്നേറ്റമാണ്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ്, അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നാണ്. അതിലൊരു ആത്മാർത്ഥത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും ഈ ന്യൂനപക്ഷ പ്രീണനം ഇവർക്ക് വലിയ ഉപകാരം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു മനസ്സിലാക്കലിന്റെ ഭാഗമായി കൂടിയാണ്. അപ്പൊ ഇനി ഈ ന്യൂനപക്ഷത്തെ
പ്രീണനത്തിനേക്കാൾ ഉപരി ഭൂരിപക്ഷ പ്രീണനം കൂടി വേണ്ടിവരും എന്നുള്ളൊരു തിരിച്ചറിവാണ് CPM നുള്ളത്. ശരിക്കും ചെയ്യേണ്ടത് കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ എന്താണ് ഇസ്ലാം എന്നോ അല്ലെങ്കിൽ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ ഒന്നും നോക്കാതെ ആ ഒരു ആശയത്തെ അത് ഇടതുപക്ഷത്തിന് പറ്റില്ല. അല്ല, ആ ഒരു ആശയത്തെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്നൊരു രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ മുമ്പോട്ട് വരുവാണ് വേണ്ടത്. അത്തരം കമ്മ്യൂണിസ്റ്റുകാരാണ് നമുക്ക് നാട്ടിൽ വേണ്ടത്. അപ്പൊ അതില്ലാത്തത് കൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസം വലിയ രീതിയിൽ ഇവിടെ പരാജയം പോലെ തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിലും വലിയ രീതിയിലുള്ളൊരു എന്താണ് ആത്മാർത്ഥതയില്ലായ്മയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ആ ആത്മാർത്ഥത ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് പല നിലപാടുകളും പുറത്തു വരുന്നത്. നമ്മൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്.